ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. റിലീസ് ചെയ്യാനായിട്ട് മണിക്കൂറുകൾ ബാക്കി നിൽക്കവേ വീണ്ടും വൻ ബുക്കിംഗ് തരംഗമാണല്ലോ കേരളത്തിലടക്കം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മണിക്കൂറിൽ 8,000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബുക്ക് മൈ ഷോ റിപ്പോർട്ടുകൾ പ്രകാരമുള്ള ആടുജീവിതത്തിന്റെ ഏറ്റവും പുതിയ കേരള പ്രീസെൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,25,00,000 സിനിമയുടെ കേരള പ്രീസെൽ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അത് ഇന്ന് രാത്രി 8 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ്. എന്തായാലും അർദ്ധരാത്രിയോടെ അത് 3.5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വമ്പൻ പ്രീസെൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ പലവിധ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വർഷം 2024 ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും കൂടുതൽ കേരള FT കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബനാണ്. സിനിമയുടെ 2 നേട്ടങ്ങളും മറികടക്കാനായിട്ട് ആടുജീവിതത്തിന് കഴിയുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വാലിബന്റെ കേരള FT കളക്ഷൻ 5,85,00,000 വേൾഡ് വൈഡ് കളക്ഷൻ 12 കോടി രൂപയ്ക്ക് മുകളിലുമാണ്. ഇത് രണ്ടും ആടുജീവിതത്തിന് മറികടക്കാൻ കഴിയുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. മറികടക്കാൻ നല്ല സാധ്യതയുണ്ട്. കാത്തിരിക്കൂ, മറ്റന്നാൾ വരുന്ന FT കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്ത സിനിമകളിലെ ഏറ്റവും കൂടുതൽ പ്രീസെൽ കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകളെയാണ്. 2022 മുതലാണ് പ്രീസെൽ കളക്ഷൻ എല്ലാം തന്നെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് 2022 മുതലുള്ള സിനിമകളാണ് ലിസ്റ്റിലുള്ളത്. അതിൽ ആദ്യത്തെ സിനിമ ലിയോ എന്ന സിനിമയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീസെൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ വിജയ് നഗരനെത്തിയ സിനിമ 8,80,00,000 ആയിരുന്നു ഫൈനൽ പ്രീസെൽ കളക്ഷൻ ആയിട്ട് കേരളത്തിൽ നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് യാഷിന്റെ KGF ചാപ്റ്റർ 2 ആണ്. 4,30,00,000 ആയിരുന്നു സിനിമയുടെ ഫൈനൽ കേരള പ്രീസെൽ കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബനാണ്. 3,80,00,000 ആണ് സിനിമയുടെ ഫൈനൽ കേരള പ്രീസെൽ കളക്ഷൻ. 4ാം സ്ഥാനത്ത് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്തിയാണ്. 3,70,00,000 ആയിരുന്നു സിനിമയുടെ ഫൈനൽ കേരള പ്രീസെൽ കളക്ഷൻ. 5ാം സ്ഥാനത്ത് വീണ്ടും ഒരു വിജയ് സിനിമയാണ്. അത് ബീസ്റ്റ് എന്ന സിനിമയാണ്. 3,40,00,000 ആയിരുന്നു സിനിമയുടെ ഫൈനൽ പ്രീസെൽ കളക്ഷൻ. ഇപ്പോഴത്തെ 6ാം സ്ഥാനത്താണ് ആടുജീവിതം 3,20,00,000 നിലനിൽക്കുന്നത്. 7ാം സ്ഥാനത്ത് കമൽഹാസന്റെ വിക്രമാണ്. 2,63,00,000 ആയിരുന്നു സിനിമയുടെ ഫൈനൽ പ്രീസെൽ കളക്ഷൻ. 8ാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സലാറാണ്. 2,60,00,000 ആയിരുന്നു സിനിമയുടെ ഫൈനൽ പ്രീസെൽ കളക്ഷൻ. 9ാം സ്ഥാനത്ത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഭീഷ്മപർവമാണ്. 2,35,00,000 ആയിരുന്നു സിനിമയുടെ ഫൈനൽ കേരള പ്രീസെൽ കളക്ഷൻ. 10ാം സ്ഥാനത്ത് രജനീകാന്തിന്റെ ജയിലറാണ്. 2,06,00,000 ആയിരുന്നു സിനിമയുടെ ഫൈനൽ പ്രീസെൽ കളക്ഷൻ. അപ്പോൾ ടോപ്പ് 10 ലിസ്റ്റ് പ്രേക്ഷകരെ അറിഞ്ഞിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ ആടുജീവിതം എന്ന സിനിമ 5ാം സ്ഥാനത്തിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. 3.5 കോടി രൂപയ്ക്ക് മുകളിൽ ഫൈനൽ പ്രീസെൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ആടുജീവിതത്തിന്റെ കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.